ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിലെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നോക്കാം. അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസർമാർ വന്ന് കൃഷ്ണമംഗലത്ത് റെയ്ഡ് നടത്തിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പണവും കണക്കിൽപ്പെടാത്ത പണം കയ്യിൽ വെച്ചതിനും അതുപോലെ തന്നെ കൃത്രിമം നടത്തിയ രേഖകളും എല്ലാം അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം അവിടെ സംഭവിച്ച് തകർന്നിരിക്കുകയാണ് എല്ലാവരും കൃഷ്ണമംഗലത്ത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അലോക്. ഈ സമയത്ത് അലോകിൻ്റെ ഫോണിലോട്ട് അനന്തൻ ഫോൺ ചെയ്യും. അപ്പോൾ ഇതേ വില്ലേച്ചൻ വിളിക്കുന്നു. വില്ലേച്ചനോട് ഞാൻ എങ്ങനെ പറയും ഇവിടെ റെയ്ഡ് നടന്നത് എന്ന് പറഞ്ഞ് അലോക് ഫോൺ എടുക്കും. പക്ഷേ ഫോൺ എടുക്കുന്ന അലോക് പിന്നീട് ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അവിടുത്തെ ഓഫീസിലും അനന്തൻ്റെ ഓഫീസിലും മില്ലിലും എല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലോക് ഓടിപ്പോയിട്ട് അച്യുതനോട് പറയും, അച്ഛാ വലിയച്ഛൻ വിളിച്ചിരുന്നു, അവിടുത്തെ ഓഫീസിലും ഇതേപോലെ തന്നെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ കുറേ പിടിച്ചുകൊണ്ട് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി അച്യുതൻ പറയും, എന്നാൽ നമുക്ക് വേഗം അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന അനുവിനെയാണ് കാണിക്കുന്നത്. കാരണം അനുവിന് മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി. അതിനുശേഷം കാണിക്കുന്നത് റെയ്ഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന അച്യുതനെയും എല്ലാവരെയുമാണ്, കൃഷ്ണമംഗലത്തെ ആൾക്കാരെ. അവർ അച്യുതൻ വാർത്തയിലൊക്കെ വന്നു തുടങ്ങി, കൃഷ്ണമംഗലത്ത് റെയ്ഡായിട്ടുണ്ട്, കണക്കിൽപ്പെടാത്ത രേഖകളും പൈസയൊക്കെ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരികയാണ്. അപ്പോൾ അച്യുതനാകെ ദേഷ്യപ്പെട്ടിട്ട് പറയും, നമ്മുടെ എല്ലാം നശിച്ചു, നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എല്ലാം പോവും, നമ്മുടെ ഷെയറൊക്കെ ഇടിയും, ഷെയറിനൊക്കെ വില കുറയും, നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാം വഴക്കുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, നമ്മൾ നശിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അച്യുതൻ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്യുതൻ്റെ അമ്മ പറയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരമൊക്കെ ചെയ്തത്, അത് കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ അച്യുതൻ ദേഷ്യപ്പെട്ടിട്ട് പറയും, അമ്മ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വക സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അനു പറയും, അങ്കിൾ വിഷമിക്കേണ്ട, എനിക്കൊറ്റ വിഷമമേ ഉള്ളൂ, ഞാൻ വന്ന് കയറിയതിന് ശേഷമാണല്ലോ ഇങ്ങനെയെന്ന്. അപ്പോൾ അച്ഛമ്മ പറയും, വേണ്ട മോളെ, നീ വിഷമിക്കുന്നത് വേണ്ട, ഇതൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ കർമ്മഫലമാണ്, അല്ലാണ്ട് നീ വന്ന് കയറിയതുകൊണ്ടൊന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അച്യുതൻ്റെ ഭാര്യയുടെ സംശയം ഇതൊന്നുമല്ല, ആരായിരിക്കും നമ്മളെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടാവുക, ഇത്രയും കൃത്യമായിട്ട് ഒറ്റിക്കൊടുത്തത് ആരായിരിക്കും, ഇൻകം ടാക്സ് ഓഫീസർമാർ പറഞ്ഞത് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയത് അനുസരിച്ചിട്ടാണ് വന്നത് എന്നാണ്. എന്നാൽ ആരാവും നമ്മളോട് ഈ ചതി ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഞാൻ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അച്യുതൻ അലോകനെ രഹസ്യമായിട്ട് വിളിച്ച് ചോദിക്കും, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ, ആരായിരിക്കും നമ്മളെ ഒറ്റിക്കൊടുത്തതെന്ന് നിനക്ക് സംശയമുണ്ടോ? അപ്പോൾ അലോക് പറയും, എനിക്ക് അങ്ങനെ ആരും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. അപ്പോൾ അച്യുതനെ മറുപടി പറയാണ്, എന്നാൽ എനിക്കൊരാളെ സംശയമുണ്ട്, ഞാനത് ആരാണെന്ന് എന്നോട് പറയട്ടെ എന്ന് പറയും. അച്ഛൻ പറ, എനിക്ക് അനുശ്രീയെയാണ് സംശയം. അനുശ്രീയോ? അങ്ങനെ വരാൻ വഴിയില്ലേ വെച്ചാൽ അതിനുള്ള ധൈര്യവും കെൽപ്പൊന്നും അവൾക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ കാരണങ്ങൾ പറയാം. നിൻ്റെ കാലിന് ഇന്നലെ പരിക്ക് പറ്റിയത് അവൾ ചെയ്തതല്ലേ? അതുപോലെ നിൻ്റെ തലയിൽ ചൂട് സാമ്പാർ ഒഴിച്ചത് അവൾ ചെയ്തതന്നെയല്ലേ? അല്ലാതെ അവർ സ്നേഹം പ്രകടിപ്പിച്ചതൊന്നുമല്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ ചെയ്ത അവൾക്ക് പിന്നെ ഇതാണോ ചെയ്യാൻ കഴിയാത്തത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അലോകനും സംശയം തോന്നുകയാണ്. ഇതേ സമയം മീനു ഇങ്ങനെ കൃഷ്ണമംഗലത്തോട്ട് നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയോ കൃഷ്ണമംഗലത്ത് സംഭവിക്കുന്നുണ്ട്, ഇൻകം ടാക്സ് ഓഫീസർ വരുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഗോമതി അവിടേക്ക് വരും. ഗോമതിയോടും പറയാം, അമ്മേ കൃഷ്ണമംഗലത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഇൻകം ടാക്സുകാർ വന്നിട്ട് എന്തൊക്കെയോ രേഖകളൊക്കെ എടുത്തു കൊണ്ടുവന്നത് കണ്ടു, ഫയലുകളൊക്കെ. ഓ, അതെന്താ മോളെ, ഇൻകം ടാക്സുകാർ പോലീസുകാരാണോ? അല്ലമ്മേ, പോലീസുകാരല്ല, ഇൻകം ടാക്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായി നമ്മൾ വരവിൽ കൂടുതൽ വരുമാനമുണ്ടാക്കുകയും കൃത്രിമമായ രേഖകൾ ചമയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരാണ് ഇൻകം ടാക്സുകാർ. അപ്പോൾ ആ സമയത്ത് സുകന്യ ഓടി വന്നിട്ട് പറയും, ചേച്ചി അറിഞ്ഞോ, ഇത് കൃഷ്ണമംഗലത്ത് ഇൻകം ടാക്സുകാർ വന്നു, കംപ്ലീറ്റ് രേഖകളും ഒത്തിരി പൈസ എടുത്തുകൊണ്ടോ, എത്രത്തോളം പൈസ എടുത്തുകൊണ്ടായതെന്ന് അറിയുമോ, ഒരുപാടുണ്ടായിരുന്നു, എത്ര കാലത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണത് എന്നൊക്കെ സുകന്യ ആദിയിൽ പറയണം. കാരണം സുകന്യയ്ക്ക് വിഷമം ഉണ്ടാവും, കാരണം ധർമ്മൻ്റെ ഒരു പങ്ക് അതിലുണ്ടല്ലോ. അപ്പോൾ ഇത് കേട്ടോടുകൂടി മീനുവിന് സന്തോഷവും. മീനു പറഞ്ഞു, എനിക്ക് സന്തോഷമായി, എന്ത് നല്ലൊരു വാർത്ത എന്ന് പറഞ്ഞ് മീനു അവിടെ കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഡാൻസ് ചെയ്യണത് സുകന്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗോമതി പറയും, നീ എന്തായി കാണിക്കുന്നത് മോളെ, അവർക്ക് വീഴ്ച പറ്റുമ്പോഴാണോ നീ അതിൽ സന്തോഷിക്കുന്നത്? ഞാൻ സന്തോഷിക്കും അമ്മേ, ഇല്ലാത്തൊരു കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിജിലൻസുകാരെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചവരാണ് കൃഷ്ണമംഗലംകാർ. അവരുടെ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ആഘോഷിക്കുമെന്ന് പറഞ്ഞ് നിർത്തിയ ആൾ വീണ്ടും ഡാൻസ് തുടങ്ങും.
അപ്പോൾ ഗോമതി ഡാൻസ് ചെയ്യുമ്പോൾ അവളെ പിടിച്ചു വയ്ക്കും. എന്നിട്ട് പിടിച്ചു വയ്ക്കും, പറയും മതി മതി നിൻ്റെ സന്തോഷ പ്രകടനം, നീ ഒന്ന് നിർത്തിക്കേ എന്ന് പറഞ്ഞിട്ട് മിനുവിനെ ചെറുത് രീതിയിൽ ശാസിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സുകന്യയ്ക്ക് ദേഷ്യം വന്ന് സുകന്യ വീട്ടിൻ്റെ അകത്തോട്ട് കയറിപ്പോവും. ഇതേ സമയം ഗോമതി സ്റ്റോറിൽ ദുഃഖിച്ചിരിക്കുന്ന ബാലനെയാണ് കാണിക്കുന്നത്. ആൾക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുകൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. പൈസയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാക്കി പൈസയ്ക്ക് ചില തെറ്റിയിട്ടൊക്കെയാണ് ബാലൻ കൊടുക്കുന്നത്. അതായത് ബാലന് പൈസയിലൊന്നും ഒരു ശ്രദ്ധയില്ല. അപ്പോൾ രാമേട്ടൻ പറയും നീ എന്ത് പണിയാണ് കാണിക്കുന്നത് ബാല, നീ ശ്രദ്ധിച്ചിരിക്കുക, എത്ര ആൾക്കാർ വരുന്നതാണ്, നീ ഇങ്ങനെ അശ്രദ്ധമായിട്ട് പെരുമാറല്ലേ, നീ അനുക്കുട്ടിയെ നീ നന്നായി വളർത്തി, അവളുടെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു, പക്ഷേ അവൾ നിന്നെ മനസ്സിലാക്കാതെ പോയി, അതിലിപ്പോൾ നിനക്കൊന്നും ചെയ്യാനില്ല അവളുടെ കാര്യത്തിൽ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് കരുതി നീ നിൻ്റെ ആരോഗ്യവും കളയരുത്, അശ്രദ്ധമായിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ കുറേ ഉപദേശിക്കും. അതിനുശേഷം രാമേട്ടൻ ഗോമതിയെ വിളിച്ചിട്ട് പറയും, ഗോമതി, ബാലനൊരു ശ്രദ്ധയുമില്ല, കുറേ ഓർഡറുകളൊക്കെ വരുന്നുണ്ട് ഹോട്ടലുകാരുടെ, ഒന്നിലും അവനൊരു ശ്രദ്ധയില്ല, ഇങ്ങനെ പോയാൽ ഗോമതി സ്റ്റോർ നശിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രാമേട്ടനും പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുകയാണ് ഗോമതി. ഇതേ സമയം ദേവി അങ്ങോട്ട് വരും. അപ്പോൾ എന്ത് പറ്റി അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ രാമേട്ടൻ വിളിച്ചിരുന്നു. രാമേട്ടൻ ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എങ്ങനെ ആ മനുഷ്യനോട് പറയും നിങ്ങൾ കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നതല്ലേ. അപ്പോൾ ദേവി പറഞ്ഞാൽ എന്നൊരു അഭിപ്രായം ചോദിക്കട്ടെ അമ്മേ, അച്ഛന് ഇപ്പോൾ അശ്രദ്ധയാണെച്ചെങ്കിൽ, അച്ഛന് ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ ഞാനും കൂടി പോട്ടെ അച്ഛൻ്റെ കൂടെ കടയിലോട്ട്. അയ്യോ മോളെ, നീ അതിന് പറ്റിയൊരു സാഹചര്യത്തിലാണോ, നിനക്ക് പോകാൻ പറ്റുമോ? അത് സാരമില്ല അമ്മേ, നമ്മുടെ ഈ കടയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, നമ്മുടെ ഗോമതി സ്റ്റോർ ഇത്രയും കാലത്തെ അച്ഛൻ്റെ അധ്വാനമാണ്, അത് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേവി അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കടയൊക്കെ അടച്ച് രാത്രി വരുന്ന ബാലനെയാണ് കാണിക്കുന്നത്. ബാലനാണെച്ചെങ്കിൽ ബാല അത് കൂടെ വരുമ്പോൾ പെട്ടെന്ന് ആനന്ദും അത് കൂടെ വരും. അപ്പോൾ ആനന്ദ് നിർത്തി ചോദിക്കും, എന്താ അച്ഛാ, വണ്ടി നിർത്തിയിട്ട് ചോദിക്കും, എന്താ അച്ഛാ അച്ഛനൊരു അസ്വസ്ഥത പോലെ? ഒന്നുമില്ല മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ കാലം കഴിഞ്ഞാലും ഈ നമ്മളെ കടയും കാര്യങ്ങളൊക്കെ നീ നന്നായി നോക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് ആനന്ദിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനൊന്നുമില്ല, അച്ഛൻ എന്തൊക്കെ ഇങ്ങനെ പറയുന്നത്, എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആനന്ദും ബാലനെ സമാധാനിപ്പിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ സാന്ത്വനം വീട്ടിലെ വിശേഷങ്ങൾ. കൂടുതൽ നേരത്തെ സീരിയൽ വിശേഷങ്ങളും സിനിമാ ലോകത്തെ വിശേഷങ്ങളും അറിയുന്നതിനായി ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക് യു.